6-7 തവണ വീട്ടിലേക്ക് പിണങ്ങിപ്പോയതാണ്. ആ സമയത്തൊക്കെ എന്റെ ഭർത്താവ് വന്നിട്ട് കാല് പിടിച്ചിട്ട് വീണ്ടും എന്നെ കൂട്ടിക്കൊണ്ടുവരും. എന്റെ വീട്ടുകാരും ഭർത്താവിന് അനുകൂലമാണ്. വീട്ടിലെത്തി 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും വഴക്കാകും, കുറ്റം പറച്ചിലാകും, മർദ്ദനമാകും. വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പരാതിയാണിത്. നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ പുറത്തൊക്കെ നല്ല മാന്യതയുടെ മുഖം മൂടിയാണ്. കമ്മിറ്റികളും മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ഈ പെൺവീട്ടിൽ ഏറ്റവും നല്ല സ്വാധീനത്തോടെ മനോഹരമായിട്ട് പെരുമാറും. കല്യാണത്തിന്റെ തുടക്കത്തിലൊക്കെ യാത്രകൾ ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കും, പിന്നെ അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. ഇതൊക്കെ ഫോട്ടോ എടുക്കും, സ്റ്റാറ്റസ് ഇടും, വീഡിയോ ഇടും. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയും നല്ലൊരു വീട്ടിലേക്കാണ് എൻ്റെ മോള് കയറിയത്. ഈ പെൺകുട്ടിയും പറയും ഞാൻ നല്ലൊരു സ്ഥലത്താണ് എത്തിപ്പെട്ടത്. അങ്ങനെ ഉപദ്രവങ്ങളൊക്കെ തുടങ്ങി. പെൺകുട്ടിയുടെ വീട്ടുകാരെ ഒറ്റപ്പെടുത്തി തുടങ്ങി. പെൺകുട്ടിയെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ പെൺകുട്ടിയുടെ ഒരു അവകാശങ്ങളും ആവശ്യങ്ങളും നടത്തി കൊടുക്കുന്നില്ല. ഇയാളുടെ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടുപിടിച്ചാൽ പോലും അത് കണ്ടുപിടിച്ച ആളാവും കുറ്റക്കാരൻ. അത്രയും മാനിപ്പുലേറ്റ് ചെയ്യും. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകും. മക്കളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ശ്വാസം വിട്ട് ജീവിക്കുകയാണ്. വീട്ടിൽ പോയിട്ട് എനിക്കിപ്പം ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വീട്ടുകാർ വിശ്വസിക്കുന്നില്ല. കാരണം അത്രയും മാന്യനാണ് അയാൾ. അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല, നിന്റെ കുഴപ്പമാണെന്നാണ് പറയാ. ഈ നാസിസം വല്ലാത്തൊരു അപകടമാണ്. അതിനകത്ത് ചെന്നുപെട്ടാൽ മെഗാസ്റ്റാർ മമ്മൂട്ടി ബ്രഹ്മയുഗം എന്ന സിനിമയിൽ പറയുന്നത് പോലെ ഈ മനക്കകത്ത് കയറി കഴിഞ്ഞാൽ എൻ്റെ അനുവാദമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുക. നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അവരെ നന്നാക്കാൻ നിൽക്കാതെ നിങ്ങളുടെ ഉന്നമനത്തിനും പുരോഗമനത്തിനും എന്തൊക്കെ ചെയ്യാം